ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ മാത്സിൻ്റെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒരുപോലെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടുകാർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ആദ്യ ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ പെയർ. എന്താണ്? പ്രവർത്തനം 1, ജോഡി കണ്ടെത്താം. കുട്ടികളുടെ കയ്യിലുള്ള കാർഡുകൾ നോക്കൂ. ലുക്ക് അറ്റ് ദ കാർഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. ദെൻ സെലക്ട് എ കാർഡ് ഫ്രം ദ സെക്കൻഡ് റോ ഈസ് ഈക്വൽ ടു ദ വൺ ഇൻ ദ ഫസ്റ്റ് റോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ റോയിലുള്ള കാർഡ് ഒന്നാമത്തെ റോയിലുള്ള കാർഡിനും എന്താണ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മുകളിലെ വരിയിലുള്ള ഓരോ കാർഡിനും തുല്യമായിട്ട് സംഖ്യകൾ രേഖപ്പെടുത്തിയ കാർഡുകൾ താഴെ നിന്ന് നമ്മളോട് കണ്ടെത്തി ജോഡികളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? 5² ഹോൾ സ്ക്വയർ ആണല്ലേ. 5² ഹോൾ റേസ് ടു 2. 5² 2. നമുക്കറിയാം 5² എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 5 അല്ലേ. 5 × 5 എന്താണ്? 25 ആണ്. ദെൻ 25² അല്ലേ ആൻസർ വരുന്നത്. ആൻസർ നമ്മൾ കണ്ടെത്തിയല്ലോ. മൂന്നാമത്തെ ചിത്രമല്ലേ, കണ്ടെത്തിയില്ലേ കൂട്ടുകാരും? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൂട്ട് 196 ആണ്. റൂട്ട് 196. നമ്മൾ ഒരുപാട് സംഖ്യകളുടെ സ്ക്വയർ പഠിച്ചിട്ടുണ്ടല്ലോ. 14ൻ്റെ സ്ക്വയർ എത്രയാണ്? അതെ, 196 അല്ലേ. നോക്കൂ, 14 × 14 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 196 ആണ്. അപ്പോൾ റൂട്ട് 196ൻ്റെ ആൻസർ എന്താണ്? 14. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. 0.004. നമുക്കറിയാം ഏത് സംഖ്യയുടെ സ്ക്വയറാണ് 4? 2ൻ്റെ സ്ക്വയറാണ് 4 അല്ലേ. അപ്പോൾ 0.02 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 0.0004 അല്ലേ ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10³ ഹോൾ സ്ക്വയർ ആണല്ലേ. 10³ എന്ന് പറഞ്ഞാൽ 10 × 10 × 10 അല്ലേ. 10 × 10 × 10 എന്ന് പറയുമ്പോൾ 1000 ആയില്ലേ. 1000 ആയില്ലേ. ദെൻ 1000² അല്ലേ പറഞ്ഞിട്ടുള്ളത്. 1000 × 1000. നമുക്കറിയാം എളുപ്പത്തിന് എന്ത് ചെയ്യാം? 1 എഴുതിയിട്ട് 6 0 അങ്ങ് ചേർത്ത് കൊടുക്കാമല്ലേ. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. അതിൻ്റെയും ആൻസർ കിട്ടിയില്ലേ കൂട്ടുകാരെ? ഓക്കെ, ഫസ്റ്റ് ആണല്ലേ, ഫസ്റ്റ് പിക്ചറാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. 3/2 ഹോൾ സ്ക്വയർ ആണ്. 3/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം 3യുടെ സ്ക്വയർ കാണും. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. ദെൻ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എത്രയാണ്? 9/4 ആണല്ലേ. 9/4 അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ആൻസർ ഇതിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 9/4നെ നമുക്ക് എന്താക്കാം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാമല്ലോ. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? 9 ഹരിക്കണം 4 അല്ലേ. 9 ഹരിക്കണം 4. അതായത് 2 4 8. ദെൻ 9ന്ന് 8 കുറച്ചാൽ നമുക്ക് 1 ശിഷ്ടം കിട്ടും. അപ്പോൾ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെ എഴുതാം? 2 1/4. അങ്ങനെ ചെയ്യാൻ കൂട്ടുകാർക്ക് അറിയാമല്ലോ. എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? മിക്സഡ് ഫ്രാക്ഷനിലാക്കുമ്പോൾ 9/8നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 2 1/4 അല്ലേ. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസർ ഇത് ബാക്കി 1 തന്നെയുള്ളൂ. അത് നമുക്ക് അല്ലേ എന്ന് നോക്കാൻ എന്ത് വേണം ചെയ്യാം? നമുക്ക് കിട്ടിയ ആൻസർ നമുക്കറിയാം 9/4 ആണ്. അപ്പം മിക്സഡ് ഫ്രാക്ഷൻ ഇവിടെ നൽകിയിട്ടുള്ളത് 2 1/4 ആണ്. അതിനെ നമുക്ക് സാധാരണ ഭിന്നത്തിലേക്കാക്കാൻ എന്ത് ചെയ്യാം? 2 × 4 8. ദെൻ 8 + 1 9. ദെൻ 9/4. എന്താണ്? ഇതങ്ങനെ എഴുതിയാൽ എന്താണ്? അത് സാധാരണ ഭിന്നത്തിലേക്കായി. ഓക്കെ, അങ്ങനെയും ചെയ്യാവുന്നതാണ്. കൂട്ടുകാർ എന്ത് ചെയ്യുക? സാധാരണ ഹരിച്ച് ഈ സംഖ്യ എന്ത് ചെയ്യാം? കൂട്ടുകാർക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് കിട്ടിയല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 2, ലെറ്റ്സ് മെഷർ ആൻഡ് ഡ്രോ. ഡ്രോ ദ ട്രയാങ്കിൾ ABC വിത്ത് AB 6 cm. ദെൻ BC എന്താണ്? 9.5 cm. BC is equal to 9.5 cm. Then angle A is equal to 100 degree. അതായത്
എ ബി 6 സെൻറ്റിമീറ്റർ, ബി സി 9.5 സെൻറ്റിമീറ്റർ, ദെൻ കോൺ എ 100 ഡിഗ്രി അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? മെഷർ ആൻഡ് റൈറ്റ് ആംഗിൾ ബി. മെഷർ ആൻഡ് റൈറ്റ് ആംഗിൾ ബി. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള അളവുകൾ ഉപയോഗിച്ച് ത്രികോണം എ ബി സി വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യുക? 6 സെൻറ്റിമീറ്ററിൽ എ ബി എന്നൊരു രേഖ വരയ്ക്കുക. ഇതിനുശേഷം കൂട്ടുകാർ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുത്തിട്ട് 100 ഡിഗ്രി അടയാളപ്പെടുത്തി ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക. എന്നാൽ നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോമ്പസ് ഉപയോഗിച്ച് നമ്മളോട് എത്ര സെൻറ്റിമീറ്ററാണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, 9.5 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ട്രയാങ്കിൾ കൂട്ടുകാർക്ക് കിട്ടിയല്ലോ, ഇല്ലേ കൂട്ടുകാരെ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മെഷർ ആൻഡ് റൈറ്റ് ആംഗിൾ ബി. ബി നമ്മളോട് അളന്നിട്ട് അതിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ കോൺ ബി അളന്ന് എഴുതുക. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, കോൺ ബി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. നിങ്ങൾക്ക് അത് തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A rectangular wall of the math lab is painted using different colors. What is the area of the wall? First question എന്താണ്? What is the area of the wall? Then find the area of the wall painted blue. Then find the area of the wall painted red. മലയാളം മീഡിയം നോക്കാം. പരപ്പളവ് കണ്ടെത്താം. അതായത് ഗണിത ലാബിൻ്റെ ചതുരാകൃതിയായ ഒരു ചുമർ വിവിധ നിറങ്ങളിൽ പെയിൻറ് ചെയ്തിരിക്കുന്നു. അതിൽ ചുമരിൻ്റെ പരപ്പളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നീല പെയിൻറ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര, ദെൻ ചുവപ്പ് പെയിൻറ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായി കണ്ടെത്താം. നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കിൾ ആണല്ലേ. നോക്കൂ, ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുക? യെസ്, നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ. അതായത് നീളം ഇൻറ്റു വീതി അല്ലേ. ഓക്കെ. ദെൻ നോക്കൂ, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാവും? 10 ഉണ്ട് 5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് യെസ് 10 + 5 15 മീറ്റർ അല്ലേ. ദെൻ ബ്രെഡ്ത്ത് നമുക്കിവിടെ നൽകിയിട്ടുണ്ട് എത്രയാണ്? യെസ് 6 മീറ്റർ ആണ്. ഇനി നമുക്ക് വാളിൻ്റെ ഏരിയ കണ്ടെത്താമല്ലോ. ഏരിയ ഓഫ് ദ വാൾ ഈസ് ഈക്വൽ ടു യെസ് 15 × 6. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ് 90 സ്ക്വയർ മീറ്റർ ആണല്ലേ. എത്രയാണ് ആൻസർ? 90 സ്ക്വയർ മീറ്റർ. ദെൻ മലയാളം മീഡിയം ഒന്ന് നോക്കാം. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയാൻ നമുക്കറിയാം നീളം ഇൻറ്റു വീതി അല്ലേ. നീളം നമുക്ക് എത്രയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? നോക്കൂ, 10ഉം 5ഉം ഉണ്ട്. അതുകൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. 10 + 5 15 മീറ്റർ. ദെൻ വീതി നമുക്ക് നൽകിയിട്ടുണ്ട് എത്രയാണ്? യെസ് 6 മീറ്റർ ആണ്. ഇനി ചുമരിൻ്റെ പരപ്പളവ് കണ്ടെത്താൻ യെസ് 15 × 6 ഈസ് ഈക്വൽ ടു 90 അല്ലേ. 90 ചതുരശ്ര മീറ്റർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് അല്ലേ? ഓക്കെ. ദെൻ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ് നമുക്ക്. ഇനി ഇതിൽ ട്രയാങ്കിൾ കാണാനില്ലേ? നമുക്കൊരു ട്രയാങ്കിൾ, അതായത് ബി ക്വസ്റ്റ്യൻ നമ്മുടെ എന്തായിരുന്നു നോക്കൂ. നീല പെയിൻറ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവാണ്. ഫൈൻഡ് ഏരിയ ഓഫ് ദ വാൾ പെയിൻറ്റഡ് ബ്ലൂ. ആ ബ്ലൂ കളർ ചെയ്തിട്ടുള്ള ഭാഗം എന്താണ്? യെസ്, അതൊരു ട്രയാങ്കിൾ ആണ്. അതെന്താണ്? ഒരു ത്രികോണമാണ്. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഹാഫ് BH അല്ലേ. യെസ്, ഹാഫ് BH എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. യെസ്. നോക്കൂ, ബി ഇവിടെ നമുക്ക് നൽകിയിട്ടില്ല. നോക്കൂ, എത്രയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം ഇതിൽ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് നമുക്കറിയാം, 15 ആണ്. ദെൻ നോക്കൂ, ഒരു ഭാഗം 6 നൽകിയിട്ടുണ്ട്, 1ഉം നൽകിയിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ് 7 കിട്ടും. ഇനി നമുക്ക് ആ 15ൽ നിന്ന് 7 കുറച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് കിട്ടുമല്ലോ. കിട്ടില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 15 - 6 + 1 ഈസ് ഈക്വൽ ടു യെസ് 15 - 7 8 മീറ്റർ. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അതായത് ഇവിടെ മൊത്തം ലെങ്ത്ത് എന്ന് പറയുന്നത് നോക്കൂ, ഈ റെക്റ്റാങ്കിളിൻ്റെ മൊത്തം ലെങ്ത്ത് നമുക്കറിയാം. ലെങ്ത്ത് നോക്കൂ 15 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് മാത്രമേ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 15ൽ നിന്ന് 7 മൈനസ് ചെയ്യാം. അതായത് ഈ 6 മീറ്ററും 1 മീറ്ററും കൂട്ടിയിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നിന്ന് മൈനസ് ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് ട്രയാങ്കിളിൻ്റെ ബേസ് കിട്ടും. ഓക്കെ. അപ്പം നമ്മൾ കണ്ടെത്തി ബേസ് എത്രയാണ്? യെസ് 8 മീറ്റർ. ദെൻ നമ്മളോട് ഹൈറ്റ്, നമ്മളെ റെക്റ്റാങ്കിളിന് നമുക്കറിയാം എത്രയാണ്? 6 ആണ്. അതേ ഹൈറ്റ് തന്നെയാണ് നമ്മളുടെ ട്രയാങ്കിളിനും വരിക. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് യെസ് 6 മീറ്റർ. ഓക്കെ.
ദെൻ നോക്കൂ, ഏരിയ ഓഫ് ദ വാൾ പെയിൻറ്റഡ് ബ്ലൂ. ബ്ലൂ കളറിൻ്റെ ബ്ലൂ ട്രയാങ്കിളിൻ്റെ നമ്മൾ ഏരിയ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, ഹാഫ് ബി എച്ച് അല്ലേ. അപ്പോൾ ബിയും എച്ച് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6 അല്ലേ. അപ്പം 8 ഇൻറ്റു 6 എത്രയാണ്? 48. ദെൻ 40/2, 48/2 ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ? യെസ്, 24 സ്ക്വയർ മീറ്റർ. എത്രയാണ്? 24 ആൻസർ കിട്ടുന്നത്. 24 സ്ക്വയർ മീറ്റർ. നമുക്ക് മലയാളം മീഡിയം കൂടി ഒന്ന് നോക്കാം. ത്രികോണത്തിൻ്റെ പരപ്പളവാണ് നമ്മളോട് ഇപ്പോൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ബ്ലൂ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ത്രികോണമാണ് അല്ലേ. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താൻ നമുക്കറിയാം ½ ആണ്. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ½ ആണ്. ഓക്കെ, നമുക്ക് ബി ഇവിടെ കണ്ടെത്താൻ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15 ആണ്. ആ 15 6 + 1 മൈനസ് ചെയ്തു. അപ്പോൾ 15 - 7 15 - 7 എന്ന് പറയുന്നത് 8 മീറ്റർ. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 6 മീറ്റർ. ഇനി നീല ഭാഗത്തിൻ്റെ പരപ്പളവ് കാണാൻ 1/2 ഇൻറ്റു 8 ഇൻറ്റു 6, അതായത് 48/2, അതായത് 24 ചതുരശ്ര മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ എന്തായാലും നോക്കൂ. ചുവപ്പ് പെയിൻറ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവാണ്. അതായത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ വാൾ പെയിൻറ്റഡ് റെഡ് കളറാണ് അല്ലേ. റെഡ് നോക്കൂ കൂട്ടുകാർ. റെഡ് കളർ എന്ന് പറയുന്നത് ബ്ലൂവും യെല്ലോ ഒഴിച്ചുള്ള കളറാണ്. എന്ത്? റെഡ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ബ്ലൂവും യെല്ലോ, ബാക്കി ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗമല്ലേ നമ്മൾ റെഡ് കളറിലുള്ള പെയിൻ്റ് അടിച്ച ഭാഗം എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്ലൂ കളറും യെല്ലോ കളറിനും ആ ഏരിയയുടെ ആ ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടെത്താം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ ഏരിയയിൽ നിന്ന് മൊത്തം ഏരിയ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്ലൂവിൻ്റെയും യെല്ലോയിൻ്റെയും ഭാഗത്തിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് റെഡ് പാർട്ടിൻ്റെ കിട്ടുമല്ലോ ഇല്ലേ. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ബ്ലൂ കളർ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തി. ഇനി ഇതെന്താ? യെല്ലോ കളർ ട്രയാങ്കിൾ ആ ഭാഗത്തിൻ്റെ, അതായത് ഒരു ഭാഗമാണ്, അതിൻ്റെ ഏരിയ നമുക്ക് അറിയില്ല. പക്ഷേ ഈ രണ്ട് ഭാഗത്തിൻ്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏരിയ ആവുള്ളൂ റെഡിൻ്റെ ഏരിയ. ഈ റെഡ് പെയിൻ്റ് അടിച്ച ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബാക്കിയുള്ളതല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലൂവിൻ്റെ നമ്മൾ കണ്ടെത്തി. ഇനി യെല്ലോ ഭാഗമുണ്ടല്ലോ, ആ പാർട്ടിന് നമുക്ക് എന്ത് ചെയ്യാം? അതിപ്പോൾ ഒരു എന്താണ് 4 വശങ്ങളിലൊരു ഭാഗമായിട്ടല്ലേ കിടക്കുന്നത്. അതിന് നമുക്ക് 2 ട്രയാങ്കിളാക്കി മാറ്റാം. ഓക്കെ, ഇതുപോലൊരു വര വരച്ചാൽ ഇത് 2 ട്രയാങ്കിളായി മാറിയല്ലോ. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ്? യെസ്, ഹാഫ് BH ആണ് അല്ലേ. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ആദ്യം കണ്ടെത്താം. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നോക്കൂ, എത്രയാണ് അതിൻ്റെ ബേസ് വരുന്നത്? 5 മീറ്റർ ആണ്. ദെൻ ഹൈറ്റ് 6 മീറ്റർ ആണ്. ഇനി ഏരിയ കണ്ടെത്താമല്ലോ. യെസ്, ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 6, അതായത് 30/2. 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 30, ദെൻ ഹാഫ് 2 ഇൻറ്റു 2, 30/2 എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ മീറ്റർ. ഇനി ഓക്കെ, നമുക്ക് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടിയും കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 1 ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഏരിയ കണ്ടെത്താലോ. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 6, 6/2 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ മീറ്റർ. അപ്പോൾ നമുക്ക് എന്താണ്? 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തി. അങ്ങനെ 3 ട്രയാങ്കിളിൻ്റെ ഈ ബ്ലൂ ഏരിയയുടെയും ബ്ലൂ പാർട്ടിൻ്റെയും യെല്ലോ പാർട്ടിൻ്റെയും ഏരിയ നമ്മൾ മൊത്തം കണ്ടെത്തി. ഈ 2 അതും കൂടി ആഡ് ചെയ്യാമല്ലോ നമുക്ക്. നെക്സ്റ്റ് നോക്കൂ, റെഡ് ഭാഗം നമ്മൾ, അതായത് ഇപ്പോൾ റെഡ് ഭാഗമല്ലേ വാൾ പെയിൻറ്റഡ് ഏരിയ. അതായത് നമ്മളോട് ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ചുവപ്പ് പെയിൻറ്റ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ചുവപ്പ് പെയിൻറ്റ് ചെയ്ത ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ വാൾ പെയിൻറ്റഡ് റെഡ് കളറാണ്. അതായത് ബ്ലൂവും കണ്ടുപിടിച്ച് നമ്മൾ യെല്ലോയും കണ്ടുപിടിച്ചു. ഇതിൻ്റെ മൊത്തം ഏരിയ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇല്ലേ. ബ്ലൂ കളർ ഭാഗത്തിൻ്റെയും യെല്ലോ കളറിൻ്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദെൻ നമുക്ക് മൈനസ് ചെയ്താൽ മതിയല്ലോ മൊത്തം ഏരിയയിൽ നിന്ന്. അതായത് റെക്റ്റാങ്കിളിൻ്റെ മൊത്തം ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് ഈ ബ്ലൂവിൻ്റെയും യെല്ലോയുടെയും ആഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിൻ്റെ കിട്ടും. റെഡിൻ്റെ ഏരിയ കിട്ടുമല്ലോ. നോക്കൂ, ഏരിയ ഓഫ് ദ വാൾ പെയിൻറ്റഡ് റെഡ് ഈസ് ഈക്വൽ ടു 90 - 24 + 15 + 3. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 42 എന്ന് കിട്ടും. അതായത് 3 ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് ഇപ്പോൾ നമ്മളിവിടെ കൂട്ടുന്നത്. മനസ്സിലായോ കൂട്ടുകാർക്ക്?
ഇപ്പം നമ്മൾ ബ്ലൂ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ആദ്യം എത്രയാണ് 24 കണ്ടെത്തി. ദെൻ എന്താണ്, നമ്മൾ ആ ബാക്കി ഉണ്ടായിരുന്ന യെല്ലോ ഷേപ്പിനെ 2 ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റി. നോക്കൂ, 2 ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റി. അതിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തി. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്തു. ആ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്തിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്യാണ്. നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് 90. ഓക്കെ, ദെൻ ബാക്കിയുള്ള ട്രയാങ്കിൾസ് ആഡ് ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും. അപ്പം 90 - 42 = 48 സ്ക്വയർ മീറ്റർ. ഓക്കെ, ദെൻ നമുക്ക് മലയാളം മീഡിയം കൂടി ഒന്ന് നോക്കാം. ത്രികോണത്തിൻ്റെ പരപ്പളവ് അര BH ആണ്. ത്രികോണം 1ൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടെത്താൻ എന്താണ്, B 5 മീറ്ററാണ്, H 6 മീറ്ററാണ്. ദെൻ പരപ്പളവ് എന്ന് പറയുന്നത് അര × 5 × 6 30/2 = 15 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടി. ദെൻ ത്രികോണം 2 B 1 മീറ്ററാണ്, H 6 മീറ്ററാണ്. ദെൻ പരപ്പളവ് 1/2 × 1 × 6 6/2 = 3 ചതുരശ്ര മീറ്റർ. ദെൻ ചുവന്ന പെയിൻ്റ് അടിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് കാണാൻ 90 - 24 + 15 + 3 90 - 42 48 ചതുരശ്ര മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഫൈൻഡ് ദ പാറ്റേൺ. 11 square minus 1 square is equal to 120. Then 21 square minus 11 square is equal to 320. Then 31 square minus 21 square is equal to 520. Then 41 square minus 31 square is equal to 720. നമുക്ക് നൽകി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നെക്സ്റ്റ് 2 lines of this pattern. Then എന്താണ്, റൈറ്റ് ദ 9th line of this pattern. Then see question, what is the relation between the sum of the numbers in the pattern and the difference of their squares? Then D question, 152 square minus 145 square is equal to എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മലയാളം മീഡിയം നോക്കാം. പ്രവർത്തനം 4, പാറ്റേൺ കണ്ടെത്താം. 11 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 120. ദെൻ 21 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ ഈസ് ഈക്വൽ ടു 320. ദെൻ 31 സ്ക്വയർ മൈനസ് 21 സ്ക്വയർ ഈസ് ഈക്വൽ ടു 520. ദെൻ 41 സ്ക്വയർ മൈനസ് 31 സ്ക്വയർ ഈസ് ഈക്വൽ ടു 720. എ ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത 2 വരി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബി 9ാമത്തെ വരി എഴുതുക. സി പാറ്റേണിലെ സംഖ്യകളുടെ തുകയും വർഗ വ്യത്യാസം തമ്മിൽ എന്താണ് ബന്ധം. ദെൻ ഡി 155 സ്ക്വയർ മൈനസ് 145 സ്ക്വയർ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഈ പാറ്റേൺ ഒന്ന് നോക്കാം. നോക്കൂ, 11 സ്ക്വയർ, ദെൻ നെക്സ്റ്റ് സംഖ്യ 21 സ്ക്വയർ, 31 സ്ക്വയർ, 41 സ്ക്വയർ. ഇപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 10 അല്ലേ. 11ഉം 21ഉം 10 അല്ലേ. ദെൻ 21ഉം 10ഉം കൂട്ടിയ 31, 31ഉം 10ഉം കൂട്ടിയ 41 അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്പർ നോക്കൂ, 1 സ്ക്വയർ, ദെൻ 11 സ്ക്വയർ. അവിടെ എങ്ങനെയാണ്, 10 + 1 11, ദെൻ 11 + 10 21, ദെൻ 21 + 10 31 അല്ലേ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ. അതായത് 1നോട് 10 കൂട്ടിയ 11, 11നോട് 10 കൂട്ടിയ 21, 21നോട് 10 കൂട്ടിയ 31 അല്ലേ. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ആൻസേഴ്സ് ഒന്ന് നോക്കൂ. 120, 120ഉം 320, അതായത് 120നോട് 200 കൂട്ടിയാൽ 320, 320നോട് 200 കൂട്ടിയാൽ 520. നോക്കൂ, 520നോട് 200 കൂട്ടിയാൽ അതെ 720 നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അടുത്ത 2 വരി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോക്കൂ, 41 ആയാൽ നെക്സ്റ്റ് 51 സ്ക്വയർ, ദെൻ 31ഉം 10ഉം 41 സ്ക്വയർ. അപ്പോൾ 51 സ്ക്വയർ മൈനസ് 41 സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ആൻസർ തമ്മിലുള്ള ബന്ധം എന്താണ്, ആഡ് ചെയ്യുകയാണ് അല്ലേ, 200 ആണ്. അപ്പം 720 + 200 എന്ന് പറയുന്നത് 920. ദെൻ നെക്സ്റ്റ് നമ്പർ എഴുതാം. 51 കഴിഞ്ഞാൽ പിന്നെ 61 സ്ക്വയർ, 41ഉം 51 സ്ക്വയറും അല്ലേ. അപ്പോൾ 61 സ്ക്വയർ മൈനസ് 51 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1120. അതായത് 920നോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 200 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ ആൻസർ 1120 എന്ന് കിട്ടിയല്ലേ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, 9ാമത്തെ വരി എഴുതാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഫസ്റ്റ് വരി 11, 2ാമത്തെ വരി 21, 3ാമത്തെ വരി 31, 4ാമത്തെ വരി 41, 5ാമത്തെ വരി 51, 6ാമത്തെ വരി 61. അപ്പോൾ 9ാമത്തെ വരി എന്ന് പറയുന്നത് അതെ 91 ആയിരിക്കും അല്ലേ, 91 സ്ക്വയർ.
ദെൻ നോക്കൂ 91² മൈനസ് 91 81² അല്ലേ വരിക. അതായത് 91 നമ്മൾ എന്ത് ചെയ്യാം, 10 കുറച്ചാൽ നമുക്ക് എത്ത് കിട്ടും, 81 കിട്ടും. അപ്പം 81² ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, യെസ് നമ്മൾ ചെയ്തത് നോക്കൂ, 11 + 1 × 10. ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്നത് നോക്കണം, 11 + 1 × 10. ആദ്യത്തെ പാറ്റേൺ നമ്മൾ പറയുന്നത് നോക്കൂ, 11 + 1 × 10 എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 120 കിട്ടി. ആൻസർ കിട്ടിയത് നോക്കൂ. ദെൻ 21ൻ്റെ കൂടെ 11 കൂട്ടിയിട്ട് അതിനെ 10 കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ ആൻസർ കിട്ടിയല്ലോ, 320 കിട്ടി. ദെൻ 31 + 21 × 10 520 കിട്ടി. അപ്പോൾ നമുക്കിനിപ്പോൾ 91² - 81² എങ്ങനെ കണ്ടെത്താം, യെസ് 91 + 81 × 10 ആൻസർ കിട്ടിയല്ലോ, യെസ് 1. എത്രയാണ് കിട്ടുന്നത്, 1720 അല്ലേ. ആൻസർ എന്താണ്, 1720. കൂട്ടുകാർക്ക് മനസ്സിലായോ? നോക്കൂ, ആദ്യത്തെ പാറ്റേൺ നോക്കൂ, 11² - 1² ഈസ് ഈക്വൽ ടു 120. അവിടെ 11 + 1 ഈ രണ്ട് സംഖ്യയും കൂടിയും കൂട്ടുക, എന്നിട്ട് അതിൻ്റെ കൂടെ 10 ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 120. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയ ആൻസറും. ദെൻ 21 + 11 21 + 11 ദെൻ അതിനെന്ത് ചെയ്യുക, നമുക്ക് 10 കൊണ്ട് ഗുണിക്കുക. അപ്പം 320. ദെൻ 31 + 21 എന്ന് പറയുമ്പോൾ നമുക്ക് 52 കിട്ടില്ലേ. ആ 52നെ എന്ത് ചെയ്യാം, 10 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ കിട്ടിയല്ലോ, 520. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, 91² - 81² ആൻസർ കണ്ടെത്താൻ 91 81 കൂട്ടി നമുക്ക് എത്ര കിട്ടും, 172 കിട്ടും. അതിന് 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്താണ്, ഒരു 0 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടി, യെസ് 1720. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സി ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ പറഞ്ഞുള്ളത്, പാറ്റേണിലെ സംഖ്യകളുടെ തുകയും വർഗ്ഗ വ്യത്യാസവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമുക്കറിയാം എന്താണ്, സംഖ്യകളുടെ തുകയും നമ്മൾ എന്ത് ചെയ്യാണ്, തുകയോട് കൂടിയിട്ട് 10 ഇൻറ്റു ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിന് ആൻസർ കിട്ടുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കൂട്ടുകാരെ, പാറ്റേണിലെ സംഖ്യകളുടെ തുക, അതായത് ഇപ്പോൾ 91 81 കൂട്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം, 10 times the sum of numbers. യെസ്, ഓക്കെ കിട്ടിയല്ലോ. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ സംഖ്യകളെ ആദ്യം സമ്മ് കണ്ടിട്ട് അതിനെ എന്ത് ചെയ്യാണ്, 10 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോഴല്ലേ നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാനുണ്ടല്ലേ. എന്താണ്, ഡി ക്വസ്റ്റ്യൻ, 155² - 145² അല്ലേ. നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം. നെക്സ്റ്റ് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, 155² - 145². ആൻസർ എങ്ങനെ നമ്മൾ കണ്ടെത്തും. നമ്മളിപ്പോൾ പറഞ്ഞില്ല എന്ത് ചെയ്യുക, ആദ്യം രണ്ട് സംഖ്യ കൂടിയും കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് കൂടിയിട്ട് 10 ഗുണിക്കുക. 155 145 കൂട്ടുമ്പോൾ നമുക്ക് യെസ് എത്രയാണ് കിട്ടുന്നത്, യെസ് 300 കിട്ടും. 300നോട് 10 ഗുണിക്കുമ്പോൾ യെസ് ആൻസർ എന്താണ്, 3000. ഓക്കെ, മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ യെസ് 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആവശ്യമാണെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.